ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് ആദ്യമേ തന്നെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കേട്ടോ. ഇനി തുടർന്നും വീഡിയോസൊക്കെ ടൈം കിട്ടുമ്പോൾ കാണുക. ഇഷ്ടമായാൽ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തിലുള്ള വർക്കലയ്ക്കടുത്തുള്ള കാപ്പിൽ ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. ഈ യൂട്യൂബിലൊക്കെ ധാരാളം കാപ്പിൽ ബീച്ചിൻ്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹ സാക്ഷാത്കാരമാണ് ഇന്ന്. അപ്പോൾ ഞാനും മോളും ഒക്കെയായി കാപ്പിൽ ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. കാപ്പിൽ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 48 കിലോമീറ്റേഴ്സോളം ദൂരം നമുക്ക് വർക്കലയ്ക്കുണ്ട്. വർക്കലയിൽ നിന്ന് ഒരു 6 to 7 കിലോമീറ്റേഴ്സാണ് കാപ്പിൽ ബീച്ചിലേക്കുള്ള ദൂരം. അപ്പോൾ കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു കായലും അതുപോലെ തന്നെ കടലും കൂടെ അതായത് ഒരു സൈഡിൽ കായലും മറു സൈഡിൽ കടലുമായാണ് ഈ ബീച്ച് കാണപ്പെടുന്നത്. അതുപോലെ 1 കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഈ ഗോൾഡൻ മണലാണ് ഈ ഭാഗത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ധാരാളം സഞ്ചാരികൾ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വർക്കലയിലെത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും, ഒട്ടുമുക്കാൽ ടൂറിസ്റ്റുകളും കാപ്പിൽ ബീച്ച് കാണാതെ പോകാറില്ല. അതായത് നമ്മുടെ ഇടവ നടയറ കായലും അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നടുക്കൂടെ ഒരു ബീച്ച് അറേബ്യൻ സീയിൽ നിന്ന് കായലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബീച്ചാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞു. അതുപോലെ അവിടെ അതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡെന്ന് പറയുന്നത് കുറച്ച് നല്ല അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളും അത്യാവശ്യം ഒരു ടീ അതുപോലുള്ള സ്നാക്സൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് മഴയുടെ ഒരു കാലാവസ്ഥയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോയപ്പോൾ കുറച്ച് മഴ പെയ്തില്ലെങ്കിലും യാത്രാമധ്യേയും അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷവും മഴ തന്നെയായിരുന്നു. അപ്പോൾ കാപ്പിൽ ബീച്ചിലേക്ക് എത്തണമെന്നുള്ളവർ ട്രിവാൻഡ്രത്ത് വന്നിറങ്ങുന്നവർ ബസ് വഴിയോ അല്ലെങ്കിൽ ബസ്സിൽ കയറി വർക്കല ഇറങ്ങിയിട്ട് വർക്കലയിൽ നിന്ന് അങ്ങനെയോ അതുപോലെ തന്നെ ഓൺ വണ്ടിയിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് സുഖമായി വർക്കല എത്തിയിട്ട് വർക്കലയിൽ നിന്ന് കാപ്പിൽ ബീച്ചിലേക്ക് ലൊക്കേഷൻ ഇട്ട് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ട്രെയിൻ മാർഗം വരികയാണെങ്കിൽ വർക്കല വന്നിറങ്ങിയിട്ട് വർക്കലയിൽ നിന്നുള്ള 7 കിലോമീറ്റേഴ്സ് നമുക്ക് റിക്ഷയിലോ ഏതിലെങ്കിലും അങ്ങനെ വരുന്നവർക്ക് ഈ ബീച്ചിലേക്ക് എത്താം. ഇപ്പോൾ ഒരു കായലിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കായൽ അതിമനോഹരമാണ്. പക്ഷെ ഞങ്ങൾ എത്തിയത് ഒരു ഈവനിങ് ടൈമും മഴക്കോളും ആയതുകൊണ്ട് തന്നെ കായലിൽ കൂടെയൊക്കെ ബോട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടെ ബോട്ടിങ്ങിൽ പോവുകയാണെങ്കിൽ ധാരാളം വെള്ളത്തിൽ ഉള്ള പക്ഷികളെ ബേർഡ് വാച്ചിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള പക്ഷികൾ, ഹെയറോൺസ്, അതുപോലെ കിങ് ഫിഷേഴ്സൊക്കെ ധാരാളം ഈ പക്ഷികളിൽ ഉൾപ്പെടുന്നു. അവിടെയുള്ള പക്ഷികൾ. പിന്നെ അതുപോലെ നമ്മുടെ കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് ഒരു കരിങ്കല്ല് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിന് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ശംഖുമുഖം ബീച്ചായാലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്ത് ദൂരെ മാറി നിന്നാണ് ഇപ്പോൾ കാണുന്നത്. കാരണം കടലിൻ്റെയൊക്കെ കാര്യം നമുക്കൊരിക്കലും പറയാനാവാത്ത ഒരു സമയം കൂടിയാണ് ഈ അടുത്ത ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല നിയന്ത്രിത മേഖലയായി തന്നെയാണ് കടലും കടൽ തീരങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്നും നമ്മളെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കടൽ കാഴ്ച എന്ന് പറയുന്നത്. എനിക്ക് എത്ര കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു പ്രതിഭാസമാണ് ഈ കടലെന്ന് പറയുന്നത്. കടൽ കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വേദനകളും വിഷമങ്ങളും നമ്മൾ മറക്കുന്നു എന്ന് മാത്രമല്ല, ഇത് അതിൻ്റെ ഫ്രണ്ടേജിലുള്ള റോഡാണ് കേട്ടോ. അത്യാവശ്യം ബെൻഡുകളോ അത്യാവശ്യം നല്ലൊരു റോഡ് തന്നെയാണ്. നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. ബംസ് ഒന്നുമില്ല ഫ്രണ്ടിലൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഗമമായി യാത്ര ചെയ്യാൻ വളരെ നല്ല ഒരു റോഡ് തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഗോൾഡൻ സാൻഡാണ്. അതായത് സുവർണ്ണ നിറത്തിലുള്ള മണലിങ്ങനെ വിരിച്ചതുപോലുള്ള ഈ കടൽ തീരം ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിനെ ആകർഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്യാവശ്യം കാർ പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. മഴയായതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് കുറവായിരുന്നു ഞങ്ങളെത്തിയപ്പോൾ. മാത്രമല്ല അസ്തമന സമയവും കൂടിയാണ്. അപ്പോൾ അസ്തമനം കാണാൻ പറ്റിയ ഒരു ബീച്ച് കൂടിയാണ് ഇവിടം.
അത്രയേറെ മനോഹരമായൊരു കാഴ്ചയാണ്. കടൽ കണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു കടലെന്ന് പറയുന്നത് ഒരു പുതിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കടലിനെക്കുറിച്ച് തന്നെ ധാരാളം ഗാനങ്ങൾ തന്നെ നമ്മുടെ സിനിമകളിൽ തന്നെയുണ്ട്. അതിൽ ഞാൻ എപ്പോഴും ഇടുന്ന ഒരു പാട്ടുണ്ട്, കുങ്കുമസൂര്യൻ രാഗാംശു ചാർത്തി നിന്മഞ്ചു വദനം കൽഹാരമാക്കി എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെയുണ്ട്. അത് എത്ര കേട്ടാലും മതി വരാത്ത ഒരു പാട്ടാണ്. ഓൾഡ് സോങ് ആണ്, ബട്ട് വളരെയധികം മനസ്സിന് എനിക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു പാട്ട് കൂടിയാണത്. ഇത് കണ്ടപ്പോൾ ഞാനത് ഓർത്തുപോയി. ഈ അസ്തമയ സൂര്യൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതൊരു ബീച്ചിൽ നിന്ന് കാണുക, അതും ഇത്ര അടുത്ത് നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ അതൊരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി തന്നെയാണ്. അപ്പോൾ ഓരോ കടൽ യാത്രയും നമുക്ക് തരുന്ന പ്രതീക്ഷ, അതായത് എനിക്ക് കടലെന്ന് പറയുന്നത് ഒരു ജീവൻ്റെ ഒരു സ്രോതസ്സ് കൂടിയാണല്ലോ. ധാരാളം മത്സ്യങ്ങളും അതുപോലെ തന്നെ പക്ഷി മൃഗാദികളും ഒക്കെ ചേർന്ന ഒരു കലവറ, ജീവൻ്റെ ഒരു സ്രോതസ്സാണ് നമ്മുടെ കടൽ എന്ന് പറയുന്നത്. അപ്പോൾ കടൽ എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. ഇത്ര വലിയ ഒരു എനർജിയുടെ ഒരു സോഴ്സ്, ഒരു നേർക്കാഴ്ചയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, ഓരോ തിരമാലയും കരയിലേക്ക് വന്നിട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ വരാമെന്ന് കരയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരിച്ചു മടങ്ങി പതിവിലും ശക്തിയോടുകൂടി വീണ്ടും കരയിലേക്ക് തന്നെ വരുന്ന ആ ഒരു പ്രതിഭാസം, ആ ഒരു ബോണ്ടിങ്, കരയും കടലും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം ഇവിടെ കവിതകളിലും അതുപോലെ പാട്ടുകളിലുമൊക്കെ ഓർമ്മിപ്പിച്ച് വച്ചിരിക്കുന്നത് ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. അപ്പോൾ കടൽ കാണാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. ചിലപ്പോൾ വളരെ ചെറിയൊരു സമയത്തായിരിക്കും ഒരു തീരുമാനം, അപ്പോഴും അത് ഞാൻ മിസ്സാക്കാതെ വരാറുണ്ട്. കാരണം നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം എന്തെങ്കിലും രീതിയിൽ നമുക്ക് വരാൻ കഴിയാതെ വന്നാൽ, അപ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ നമുക്ക് എന്താണോ കിട്ടുന്നത്, ചെറിയൊരു സന്തോഷമാണെങ്കിൽ ആ സന്തോഷം അത് മാക്സിമം നമ്മൾ സന്തോഷിക്കാൻ നോക്കുക. കാരണം ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അത്രയേറെ